നമസ്കാരം. ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ബി.ജെ.പി. മുന്നോട്ട് വെച്ച മുദ്രാവാക്യം 400 പാർ എന്നുള്ളതായിരുന്നു. അതായത് ഇക്കുറി 400 സീറ്റെങ്കിലും ലോക്സഭാ ഇലക്ഷനിൽ പിടിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഇലക്ഷനെ സമീപിച്ചത്. പക്ഷേ നിർഭാഗ്യമാണോ പിഴവ് സംഭവിച്ചതാണോ അറിയില്ല. ഇലക്ഷൻ ഫലം പുറത്തു വന്നപ്പോൾ വിജയിച്ചുവെങ്കിൽ കൂടി പ്രതീക്ഷിച്ചത്ര സീറ്റുകളൊന്നും ബി.ജെ.പിക്ക് ലഭിച്ചില്ല. മാത്രവുമല്ല, കേവല ഭൂരിപക്ഷത്തോട് പോലും അടുക്കാതെയുള്ള വിജയമായിരുന്നു അത്. അതായത് 2014ലെയും 2019ലെയും ഇലക്ഷനിൽ ലഭിച്ച പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചില്ല. കേരളത്തിൽ ഒരു സീറ്റേ ലഭിച്ചുള്ളൂ എങ്കിൽ കൂടി അതൊരു ചരിത്ര നേട്ടമായി തന്നെ അടയാളപ്പെടുത്താം. എന്നിരുന്നാലും ദേശീയ തലത്തിൽ വോട്ട് വിഹിതം വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വർദ്ധിപ്പിക്കാനായത്. കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കുമുള്ള വോട്ടുകൾ പ്രായഭേദമന്യേ വ്യാപിച്ചപ്പോൾ യുവ വോട്ടർമാർക്കിടയിൽ ബി.ജെ.പിക്ക് ഉയർന്ന ശതമാനം പിന്തുണ ലഭിച്ചു. ഇത്തരത്തിൽ ബി.ജെ.പിയുടെയും നരേന്ദ്രമോദിയുടെയും സ്വാധീനം വലിയ തോതിൽ കുറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മിക്കവാറും നേതൃഘടകത്തിൽ ആയിരുന്നു ബി.ജെ.പി. ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവരെ ജനങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടിയാണ് പല പ്രചരണങ്ങളും നടത്തിയത്. ഇതിന്റെ ഭാഗമായി നമ്മിൽ പലർക്കും പ്രധാനമന്ത്രിയുടെ വോയിസ് കോൾ സന്ദേശം വരെ വന്നിരുന്നു, എനിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ജനം ഇതൊന്നും കാര്യമായി കണക്കിലെടുത്തില്ലെന്നാണ് സർവേ ഫലം കാണിക്കുന്നത്. 1/3 ആളുകളും സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് പാർട്ടിക്ക് വോട്ട് ചെയ്തത്. 10ൽ ഒരാൾ മാത്രമാണ് നേതൃഘടകം പരിഗണിച്ചത്. കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ നമുക്കറിയാം, സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അദ്ദേഹത്തെ ജനസമ്മതനാക്കിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും 6000 വോട്ടുകൾക്ക് പിന്നിൽ പോയിരുന്നു. അതുപോലെ രാമക്ഷേത്ര നിർമ്മാണം, ഹിന്ദുത്വ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയുള്ള സുപ്രധാന സംരംഭങ്ങൾക്ക് നല്ല ജനസമ്മതി ലഭിച്ചിരുന്നുവെന്നായിരുന്നു കണക്കുകൂട്ടൽ. എങ്കിലും ഇക്കാര്യങ്ങളെക്കാൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മ പോലുള്ള വ്യാപകമായ സാമ്പത്തിക ആശങ്കകളും ഉയർന്നു വന്നത് തിരിച്ചടിയായി എന്ന് വേണം കരുതാൻ. വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രകടനത്തിൽ ഏറ്റവും നീരസം തോന്നിയ പ്രവൃത്തിയായി വോട്ടർമാരിൽ 4/1 പേരും എടുത്തു കാണിക്കുന്ന മറ്റൊരു വിഷയം. സാമ്പത്തിക പ്രശ്നങ്ങളും സാംസ്കാരിക മതപ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ തിരിച്ചടിച്ചു. തന്നെയുമല്ല, വർഗീയ മത സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിലുള്ള ആശങ്കയും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രം പണിത ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി.ജെ.പി. തോറ്റത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഭരണകക്ഷി തങ്ങളുടെ ശ്രദ്ധേയമായ GDP സംഖ്യകളും ജനങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സാമ്പത്തിക സംരംഭങ്ങളും കൊട്ടിഘോഷിക്കുമ്പോൾ പ്രതിപക്ഷ കൂട്ടായ്മയുടെ പ്രചാരണം തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മറ്റു തരത്തിലുള്ള സാമ്പത്തിക ദുരിതങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ പോരായ്മകളിലേക്ക് കടന്ന് സാമ്പത്തികമായി ദുർബലമായ വിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ കോൺഗ്രസ് ശ്രദ്ധാപൂർവം ശ്രമിച്ചിരുന്നു. സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക കാര്യങ്ങൾ അവർക്ക് വലിയ കാര്യമല്ലായിരിക്കാം. എന്നാൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സാമ്പത്തികമായി തങ്ങൾ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ എപ്പോഴും ചിന്തിക്കുക. ഇത് കണക്കിലെടുക്കുമ്പോൾ ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയേക്കാൾ വ്യക്തിപരമോ കുടുംബപരമോ ആയ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. സാമ്പത്തികമായി സുരക്ഷിതത്വം അനുഭവപ്പെടുന്നവരോ അല്ലെങ്കിൽ സാമ്പത്തിക ക്ഷേമത്തിൽ പുരോഗതി അനുഭവിച്ചവരോ ആണ് ഭരണകൂടത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ കൂടുതൽ സാധ്യത. നേരെ മറിച്ച് സാമ്പത്തിക ഞെരുക്കം, തൊഴിൽ നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക അസ്ഥിരത എന്നിവ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തേക്കാം. ഇതൊരു പക്ഷേ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കാം. അതുപോലെ 2014ൽ നരേന്ദ്രമോദി ദേശീയ രംഗത്തേക്ക് ഉയർന്നു വന്നത് മുതൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേതൃത്വം വോട്ടർമാരെ ഗണ്യമായ തോതിൽ ബി.ജെ.പിയിലേക്ക് ആകർഷിച്ചിരുന്നുവെങ്കിലും 2024ലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം മോദിയെ പ്രചരണത്തിന്റെ മുഖമാക്കുക എന്നതായിരുന്നു. വോട്ട് തങ്ങൾക്കല്ല, പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടിയുള്ള 3ാം തവണയാണ് വോട്ടെന്നും സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ ഉയർത്തിക്കാട്ടി. ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, സഖ്യകക്ഷികൾക്ക് വേണ്ടിയും മോദി രാജ്യത്തുടനീളം പ്രചരണം നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിനെ നേതൃപോരാട്ടമാക്കാതിരിക്കാൻ പ്രതിപക്ഷ സഖ്യം പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നു. ബോധപൂർവം പ്രധാനമന്ത്രി മുഖം അവർ പ്രഖ്യാപിച്ചില്ല. തെരഞ്ഞെടുപ്പിലെ നേതൃത്വ ഘടകത്തിലെ ഈ മാറ്റം തെരഞ്ഞെടുപ്പ് ഫലത്തെ രൂപപ്പെടുത്തുന്നതിൽ സാധ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത്തരം കാരണങ്ങളായിരിക്കും ഒരു പരിധിവരെ ബി.ജെ.പിക്കും മോഡി ഗവൺമെന്റിനും സംഭവിച്ച കനത്ത തിരിച്ചടിക്ക് കാരണമായത്.